ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യുന്ന ചാനലുകളും പിന്നെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഒക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. ഇത്രയും താമസിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്തല്ലോ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങളോട് പറയാം, കാണിക്കാം എന്നതിന് ഒരു ക്ലാരിറ്റി എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കും ബഹളമൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം രണ്ട് വശവും കേൾക്കാതെ എന്തുകൊണ്ടാണ് ഇതുപോലെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നേ എന്നെനിക്കറിയില്ല. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വീഡിയോ അയച്ചു തന്നു. അതിൽ ക്ലിനിക്കിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കേസ് കൊടുത്തത് അവരാണ് ആദ്യം, എന്നിട്ട് നമ്മളെ വിളിപ്പിക്കുകയാണ് ചെയ്തതെന്ന്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാനൊരു കാര്യത്തിന്, അതും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യത്തിന് ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ വരുംവരായികകളും കാര്യങ്ങളും എല്ലാം ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് അത്രയും സത്യസന്ധമായിട്ട് അങ്ങനെ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാര്യം അവർ പറഞ്ഞേക്കുന്നത്, ആ ഒരു വോയിസ് ക്ലിപ്പിൽ അവർ പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി, അവർ പരാതി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ ബേസ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന പരാതിയുടെ പേപ്പറാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പം അവർ കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ക്ലിപ്സ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അത് അങ്ങനല്ലല്ലോ. ഞാൻ ഒരു ഷോപ്പിംഗ് റിലയൻസിന്റെ ജിയോ മാർട്ടിൽ ചെന്നിട്ട് മേടിച്ചിട്ട് ഞാൻ മുംബൈയിൽ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി ബില്ല് മേടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ അടയ്ക്കണമെങ്കിൽ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുള്ളത്. മേഡം അല്ല, പഴയതിലോട്ട് പോകണം. ഫയൽ ഇവിടെ ഞാൻ കാര്യം കേട്ടെ, ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ, കേട്ടോ, എല്ലാം മേഡം ഇത്രയും ഡിലേ ആക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കള്ളത്തരമില്ലെങ്കിൽ, ഞാൻ ഇത്രയും ചോദ്യമുണ്ട്, കള്ളത്തരമില്ലെങ്കിൽ നിന്റെ ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാമല്ലോ. കേട്ടോ, ഇത്രയും ബില്ല് ഇത്രയും മതി, അങ്ങനെ മതി. ബില്ലില്ല, ഫയലില്ല, എല്ലാം അപ്പോൾ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു, ആകെ അവിടെ ഇങ്ങനെ കച്ചറയാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ ഓൾറെഡി നമ്മൾ ബില്ല് ചോദിക്കുന്നുണ്ട്, ഫയൽ ചോദിക്കുന്നുണ്ട്, അതിന് മെയിൽ അയക്കുന്നുണ്ട്, അവരോട് ചോദിക്കുന്നുണ്ട്. അവർ വാട്സപ്പിൽ ബില്ല് റിപ്ലൈ തന്നിട്ടുണ്ട്. അതായത് ഞാൻ മുടക്കിയേക്കുന്നത് ഒരു 6 അക്ക സംഖ്യയാണ്. അതും നല്ല വലിയൊരു 6 അക്ക സംഖ്യയാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ പ്രൂഫ്, അതായത് ഗൂഗിൾ പേന്ന് മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. 6 അക്ക സംഖ്യയാണ് എൻ്റെ കയ്യിൽ നിന്ന് ആയിട്ടുള്ളത്. അതിൻ്റെ പേയ്മെൻറ്റ്, അതിൻ്റെ ഹിസ്റ്ററി, അതായത് അവരോട് ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നേക്കുന്നത് അതിൻ്റെ പകുതിയുടെ പൈസയാണ് തന്നേക്കുന്നത് ബില്ല്. ബാക്കി പൈസ എവിടെ പോയി? ബാക്കി എന്തുകൊണ്ട് അവർ ബില്ല് ചെയ്ത് എനിക്ക് ബില്ല് തരുന്നില്ല? അത്രേ ഉള്ളൂ നമ്മുടെ കൺസേൺ. നമുക്ക് എന്തുകൊണ്ട് ബില്ല് തരുന്നില്ല?
ഓൾറെഡി ഞാനാണ് എഫക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ബില്ല് കിട്ടുന്നില്ല, ഫയൽ കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഫയലിൻ്റെ കോപ്പി മതി നമുക്ക്. കാരണം ഇവരിനി അത് പേപ്പർ മാറ്റി എഡിറ്റ് ചെയ്ത് ഇനി എന്തൊക്കെ എഴുതി ചേർക്കും, എന്തൊക്കെ അതിലിനി മാറ്റം വരുത്തുമെന്ന് എനിക്കറിയില്ല. കാരണം അതിൽ ഓൾറെഡി നമ്മൾ അവരുടെ ക്ലിനിക്കിൻ്റെ പേപ്പർ അതിൽ എഴുതിയത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, നമുക്കതിൽ എഡിറ്റ് ചെയ്താലോ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇത് സുഖമായിട്ട് മാറ്റാം. ഇനി എന്തൊക്കെയാണോ അതിൽ എഴുതി ചേർക്കുന്നത് എന്താണെന്നോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഫയലിൻ്റെ കോപ്പിയോ ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞത്. ജസ്റ്റ് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്താൽ മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു കോപ്പി, അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി തന്നാൽ മതിയായിരുന്നു. ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്തോളാൻ. അപ്പം ആ ഒരു സമയം വരെ നമ്മൾ ലീഗലായിട്ട് പോയില്ല. ഇവരോട് തന്നെയാണ് നമ്മൾ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫയൽ തരൂ എന്നുള്ള രീതിക്ക് നമ്മൾ മെയിൽ ത്രൂ അയക്കുന്നതും അല്ലെങ്കിൽ ലെറ്റർ അയക്കുന്നതും വാട്സപ്പിൽ അയക്കുന്നതും എല്ലാം ഇവരോടാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരതങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ കംപ്ലൈൻറ്റ് ഓൾറെഡി രജിസ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവർ പറയും, നമ്മൾ ഇത് കേസായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇത് കേസായിട്ട് കൊടുത്തതല്ലേ എന്ന്. അവരെപ്പോഴും പറഞ്ഞത് എന്താണ്, നിങ്ങൾ ലീഗലായിട്ട് പൊക്കോളാൻ. അങ്ങനെ നമ്മൾ ലീഗലായിട്ട് പോയോണ്ട് മാത്രമാണ് അവരും വന്ന് കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത്. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതിപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, ഒരു മിനിറ്റ്, നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്. അതായത് നമ്മുടെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്, ട്രീറ്റ്മെൻറ്റിൻ്റെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് അവർ തരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തത്. ഉച്ചയ്ക്ക് നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത് 1/6/2026 തന്നെയാണ്, അന്ന് തന്നെയാണ്. പക്ഷെ ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്. ഓക്കെ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വച്ച് അവർ അതായത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതായത് എൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അവർ തരാം, അതായത് ഡേറ്റും എഴുതിയിട്ടുണ്ട്, 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവർ ഡേറ്റ് വരെ എഴുതിയിട്ട് ഇതാണ്ട് അതിൻ്റെ സീല് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത് നടന്നത് അവിടെ. അതായത് 3-ാം തീയതിക്ക് മുൻപേ എൻ്റെ ബില്ലും എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ റെക്കോർഡും ഹാർഡ് കോപ്പി ആയിട്ട് തരണം എന്നുള്ള രീതിയിൽ ഒപ്പിട്ടിട്ടാണ് അവർ പോയത്. അപ്പം അതിനർത്ഥം എനിക്ക് ആ ടൈമിലും ബില്ല് തന്നിട്ടില്ല എന്ന് തന്നെയല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. ഇനി 2-ാമത്തെ കാര്യം അതിൽ മെയിനായിട്ട് പറയുന്നത് എന്തിന് ഞാൻ ആ ക്ലിനിക്കിൽ പോയി, എന്തിനാണ് ഞാൻ ആ ക്ലിനിക്കിൽ പോയെന്നുള്ള കാര്യം ഞാൻ പറയാം. അതായത് അവരതിൽ പറയുന്നത്, അതായത് എൻ്റെ മുഖത്ത് കുരുവെന്നാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കറക്റ്റായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു ഇതാണ്. ഞാൻ മാക്സിമം എന്നും വീഡിയോ ഇടാൻ നോക്കാറുണ്ട്, ഷോർട്സ്. അപ്പോൾ അതിൽ നോക്കിയാലും ഒക്കെ നിങ്ങൾക്കറിയാം എൻ്റെ ഫേസിലെ കുരുവോ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പാട് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരു പാട് എൻ്റെ 2 സൈഡിലും ഇതുപോലെ ഉണ്ട്. ഈ ഒരു പാട് ഞാൻ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ട് വന്നതെന്നാണ് ആ കുട്ടി പറയുന്നത് വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അതങ്ങനെ അല്ല എന്നെനിക്ക് കാണിക്കാൻ ഞാൻ കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് എന്തൊക്കെയാണെന്ന് വെച്ചാലും സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പറയുക. അതായത് 8 വർഷം മുമ്പ്, എൻ്റെ മോനിപ്പോൾ 8 വയസ്സാണ്. അപ്പോൾ 8 വർഷം മുമ്പ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. എൻ്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സില്ലേ, ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛൻ്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കും ഇത് ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ എനിക്കിനി ഇങ്ങനെ പ്രായം കൂടി വരുന്തോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമലായിട്ടൊരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോവില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാൽ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ
സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ ഡോക്ടറെ അപ്പോയിൻമെൻ്റ് എടുത്ത് കാണാൻ ചെല്ലുന്നത്. അപ്പോൾ കാണാൻ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കല്യാണി ഇത് പെട്ടെന്ന് മാറില്ല, നമുക്കൊരു 3-4 മാസം ടൈം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഓക്കെ ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അവർ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് മാറില്ല, അതിന് അതിൻ്റേതായിട്ടുള്ള സമയം കൊടുക്കണം. കാരണം ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഹീലായിട്ട് വരണം, സ്കിന്ന് നല്ലതാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാനും ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്നോട് കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എന്താ, ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ നമുക്ക് മെഡിസിൻ തരും. അപ്പം നമ്മളത് ആ പറയുന്ന രീതിയിൽ കുടിക്കും അല്ലെങ്കിൽ ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചു പോയ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞോ അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു, ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സാധനങ്ങൾ, അവിടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു. അതിപ്പം ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം ബോഡിക്കകത്ത് ഇതൊക്കെ നന്നായിട്ട് കൂടി നിന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നന്നായി വരൂ എന്ന് നമ്മളോട് കൺവിൻസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ടൈമിൽ പോയ സമയത്തെ ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ പോയ സമയത്തെ ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ വാങ്ങിച്ച് ഇറങ്ങി. അങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. ഫോട്ടോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. അതായത് 8 വർഷം മുന്നേ, അതായത് എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ +2 ടൈമിലേയും ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. പറ്റുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അവന് പാല് കൊടുക്കുന്ന സമയത്ത്, കുഞ്ഞിന് പാല് കൊടുക്കുന്ന ടൈമിലൊന്നും ഒരു ക്രീമും, അതായത് പ്രത്യേകിച്ച് ഇതുപോലെ സ്റ്റിറോയിഡുകളൊന്നും ആരും തൊട്ടുപോലും നോക്കൂല. ആ ടൈമിൽ പോലും എൻ്റെ സ്കിന്നിന് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ പാട് വിസിബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതങ്ങനെ തന്നെ ഉണ്ട്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടോ മറ്റ് കാരണങ്ങളാലോ വന്നതല്ല, ഏതെങ്കിലും ക്രീം ഉപയോഗിച്ചിട്ട് എനിക്ക് വന്ന പാടല്ല അതെൻ്റെ അച്ഛനുണ്ടായോണ്ടും അച്ഛൻ്റെ പാരമ്പര്യത്തിൽ എല്ലാവർക്കും ഉണ്ടായോണ്ട് എനിക്ക് വന്ന പാടാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ഞാൻ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ചെയ്തിട്ടാണ് കൊളാബ് ചോദിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അവർ പറഞ്ഞേക്കുന്നത് ഞാൻ 2ാമത്തെ തവണ ചെന്നപ്പോൾ കൊളാബ് ചോദിച്ചു. അത് അവർ നൽകാത്തതിൻ്റെ ദേഷ്യത്തിലാണ് അവരുടെ ക്ലിനിക്കിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് ഞാൻ വിസിറ്റ് ചെയ്തിട്ട് 2ാമത്തെ തവണ ചോദിച്ചു. അവർ പറയുന്നത് ഞാൻ 8 മാസം ആ ക്ലിനിക്കിൽ ചെന്നിട്ടുണ്ടെന്ന്. അങ്ങനെ 8 മാസം ഞാൻ കറക്റ്റായിട്ട് പേയ്മെൻറ്റും കൊടുത്ത് എല്ലാം കൊടുത്ത്, അവർ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ബില്ല് താന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടാറില്ല. അവരെന്നോട് പറയും വാട്സപ്പിൽ ബില്ല് സെൻഡ് ചെയ്യാം മാം. അപ്പം ഞാൻ ഓക്കെ പറയും. പക്ഷെ ബില്ല് അയച്ചോ ഇല്ലയോ എന്ന കാര്യം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറയും, ഞാൻ ഓക്കെ പറയും. ഇത് അവർ തെളിയിക്കണം. കാരണം ആ ഒരു ക്ലിനിക്കിൽ ഫുള്ള് ക്യാമറയാണ്. അവിടെ ഡോക്ടറിൻ്റെ ക്യാബിനകത്ത് പോലും ക്യാമറയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കൊളാബ് ചോദിച്ചതിൻ്റെ ഒരു പ്രൂഫ് അവരിത് കാണിക്കണം. ഇത്രയും വലിയൊരു അലിഗേഷൻ എൻ്റെ നേരെ വെക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രൂഫ് അവരെൻ്റെ എനിക്ക് തരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കൊളാബ് ചോദിക്കുന്നതിൻ്റെ അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. കാരണം ഈ 2ാമത്തെ തവണ വിസിറ്റ് ചെയ്ത് ഞാൻ കൊളാബ് ചോദിച്ചിട്ട് ബാക്കി ഇത്രയും തവണയും ഞാൻ എൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത് ഞാൻ ബില്ല് പോലും വാങ്ങിക്കാതെ അവർ വാട്സപ്പിൽ അയക്കാമെന്ന് പറയുന്ന വിശ്വസിച്ച് ഞാൻ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഞാൻ കൊളാബ് തരാത്തതിൻ്റെ ദേഷ്യത്തിൽ 8 മാസം, അവർ പറയുന്നത് ഞാൻ 8 മാസം ചെന്നു എന്നാണ് കേട്ടോ. പക്ഷേ 8 മാസം അല്ല, നമ്മൾ ഒക്ടോബർ 9-നാണ് ചെന്നത്. പിന്നെ നമ്മൾ 6.25 മാസത്തോളേ ചെന്നിട്ടുള്ളൂ. അപ്പം ആ സമയത്ത് വരെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോടോ ഞാൻ കൊളാബ് അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല. അപ്പോൾ അവർ അത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ളത്. CCTVയും എല്ലാം ഉള്ള ക്ലിനിക്കല്ലേ. അപ്പോൾ അവരത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ള കാര്യത്തിന്. പറയുന്നത് അവർ പറയുന്നത് എന്തിന് ഇങ്ങനെ ഒരു ക്ലിനിക്ക് ആണെങ്കിൽ ഞാൻ എന്തിന് 8 മാസം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ 6.5 മാസമേ പോയിട്ടുള്ളൂ. അപ്പോൾ എന്തിന് ഇത്രയും സമയം ഞാൻ അവിടെ പോയി? നിങ്ങൾ ആലോചിക്കണം. ഇവിടുന്ന് 10-75 കിലോമീറ്റർ ഉണ്ട്. ഞാൻ മെനക്കെട്ട് അവിടെ എന്തിനു പോയി എന്ന് ചോദിച്ചാൽ നമ്മളോട് തുടക്ക സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കരുത് കല്യാണി, ഇതിന് സമയം എടുക്കും. കാരണം പണ്ട് മുതലേ ഉള്ള സാധനമല്ലേ. പിന്നെ പേരൻസിനും ഉണ്ടായോണ്ട്, അതായത് എൻ്റെ അച്ഛനും ഉണ്ടായോണ്ട് അതിൻ്റെ സമയം എടുക്കും നമ്മളോട് പറഞ്ഞുകൊണ്ട് എനിക്കത് ഭയങ്കര കൺവിൻസ് ആയിരുന്നു. ഓക്കെ, ടൈം എടുത്താലും സാരമല്ലേ, ഇനിയിപ്പം ഇത് മാറുമല്ലോ, കുഴപ്പമില്ലല്ലോ, ഇനി ഇതിങ്ങനെ തെളിഞ്ഞു വരില്ലല്ലോ. അച്ഛൻ്റെ നന്നായിട്ട് തെളിഞ്ഞു വന്നു ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അങ്ങനെ തന്നെ എൻ്റെ ഒരു 4-5 മാസം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു
4 മാസം 5 മാസമൊക്കെ ആയിട്ടും ഈ പാടിന് വലിയ മാറ്റങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇതുപോലെ മാറ്റങ്ങൾ വരുന്നില്ല, മാത്രമല്ല എൻ്റെ ഫേസ് ഒന്നുകൂടെ ഡാർക്ക് ആവുന്നു, കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരാൻ തുടങ്ങി എന്നുള്ള കാര്യം നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അത് മാം എനിക്ക് ഈ പാട് മാറാത്തത് സ്കിന്ന് ഹൈഡ്രേറ്റ് ആവാത്തതുകൊണ്ടായിരിക്കും, അപ്പം നമുക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാമെന്ന് വെച്ചിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ അവർ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷൻ ചെയ്തത് മുഖേന എൻ്റെ ഫേസിൽ രക്തം കട്ട പിടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് അവർക്ക് അവരുടെ വാട്സപ്പിൽ അയച്ചു, ഇതുപോലെ എനിക്കിങ്ങനെ രക്തം കട്ട പിടിച്ച് ഭയങ്കര വേദനയുണ്ട്, കുറച്ചിങ്ങനെ ഇതായിട്ടിരിക്കുമായിരുന്നു, അപ്പം അത് നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇതവർക്ക് ഞാൻ എന്നിട്ട് എൻ്റെ കൺസേൺ ആയിട്ട് അയച്ചതാണ് കേട്ടോ. എൻ്റെ ഫേസിൽ ഇതുപോലെ ഈ മരുന്ന് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇവിടെ ദാണ്ട ഇങ്ങനെ കട്ട പിടിച്ച്, മരുന്നാണോ ഇനി ബ്ലഡ് ആണോ എന്നറിയില്ല, നല്ല വേദനയും നീരും ഒക്കെ ആയിരുന്നു. അപ്പം ഞാനത് അവരോട് പറഞ്ഞപ്പോൾ അവർ ഈ ഒരു ക്രീം ഡേറ്റ് മുകളിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം വാങ്ങി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറഞ്ഞു. എനിക്കിത് മസാജ് ചെയ്തിട്ടും കുറയാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് മാറും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തന്നെ നമുക്കൊരു ക്രീം ഇവർ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണെങ്കിൽ ലോകത്തില്ലാത്ത വിലയുമാണ് കേട്ടോ, അത്രയും വിലയാണ് ആ ക്രീമിന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ക്രീം യൂസ് ചെയ്തിട്ട് എൻ്റെ ഇത് മാറാനാണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും, അപ്പോൾ പറഞ്ഞു ഇത് അങ്ങനെയുള്ള ക്രീമും കാര്യങ്ങളും ഒന്നും അല്ല, ഇതുപോലെ നമ്മുടെ പിഗ്മെന്റേഷൻ പോവാൻ വേണ്ടിയിട്ടുള്ളതാണ്, തേക്കുമ്പോൾ ആദ്യം ഒന്ന് ഡാർക്ക് ആവും, പിന്നെ ആയിരിക്കും നമുക്ക് ഈ പാടൊക്കെ മങ്ങാൻ തുടങ്ങാന്ന് പറഞ്ഞു. ഓരോ തവണയും അവർ ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കുക, നമ്മളത് ഓക്കെ മാറും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഈ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ സ്കിന്ന് ഭയങ്കര മോശമാവാൻ തുടങ്ങി. ഇവിടെ എല്ലാം ഇങ്ങനെ ആദ്യം ഇവിടെ എല്ലാം ഇങ്ങനെ വന്നു. അപ്പോൾ മാർച്ച് മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചൂടുകുരു ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ പാട് വരാൻ തുടങ്ങി. എനിക്കറിയാം യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താന്ന്. അപ്പോഴും ഞാനിങ്ങനെ ഇതിൻ്റെ കാരണമാണ് എന്നുള്ള ചിന്ത എനിക്ക് പോകുന്നില്ല. ചിലപ്പോൾ ചൂടായതുകൊണ്ട് ചൂടുകുരു വന്നതായിരിക്കും ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഞാൻ ആ ക്രീമൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ, അതായത് സീച്ചേട്ടനും എല്ലാം എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതങ്ങ് നിർത്തി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ കഴുത്തിൻ്റെ ഇവിടുത്തെ എല്ലാം അങ്ങ് പോയി, ആ ഒരു വന്ന സംഭവങ്ങളെല്ലാം. അപ്പം നമുക്ക് പതുക്കെ ഡൗട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഇത്രയും മാസം ഇത്രയും കാശ്, നല്ല രീതിക്ക് കാശായിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരെന്താ ഇങ്ങനെയെന്നുള്ളത് നമുക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്ലിനിക്കിൽ ചെല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതുകൊണ്ട് രണ്ടാമത് എടുന്ന് ഷൂട്ട് ചെയ്യാണ് കേട്ടോ. എനിക്കാണ് ഉറക്കം വരുന്നുണ്ട്, 12:50 അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു സമയമായപ്പോൾ നമുക്ക് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ഓക്കെ, കാരണം ഇവിടെ വരെ എനിക്കൊരു ഷെയ്ഡായി, കാരണം ഇങ്ങനെ ഒരു ഷെയ്ഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പറഞ്ഞ പോലെ കറക്റ്റ് 1 മാസം കുറച്ച് നാളും കൂടെ ഞാൻ ആ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മാസം കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ഇങ്ങനെ പോകുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് വർക്കാവില്ല എന്നുള്ള കാര്യം ഓൾറെഡി മനസ്സിലാവാൻ തുടങ്ങി. തുടങ്ങി നല്ല നമുക്കറിയാലോ, ഇത്രയും നാളും ഞാൻ ആ സമയം, എൻ്റെ സമയം, യാത്ര, ഒരു ദിവസം, അതെല്ലാം കൊടുത്ത് ഇതാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അതെല്ലാം എൻ്റെ കയ്യിൽ വിത്ത് പ്രൂഫായിട്ടുണ്ട്. ഞാൻ എന്നെ കൺസേൺ അറിയിക്കുന്നതും ഇതുമെല്ലാം. അപ്പം ഇതെല്ലാം എൻ്റെ കയ്യിൽ പ്രൂഫായിട്ടുണ്ട്. എനിക്കിപ്പോൾ നിങ്ങളെ ഒന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് കോർട്ടിൽ അതുപോലെ എനിക്ക് കാണിക്കേണ്ട സാധനങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ തൊട്ട് ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ബില്ല് അത് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ചോദിച്ചത്, ബില്ല് തരാൻ പറഞ്ഞു. നമ്മൾ മെസ്സേജ് അയച്ച ആദ്യം ചോദിച്ചത്, എനിക്കുണ്ടല്ലോ, എനിക്ക് എൻ്റെ ബില്ലുകളെല്ലാം ഒന്ന് തരാമോ, എനിക്ക് അയച്ചിട്ടില്ല, കാരണം ആദ്യം മുതൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എനിക്ക് ബില്ല് അയച്ചു കേട്ടോ, അയക്കാതൊന്നും ഇരുന്നിട്ടില്ല. പക്ഷേ അവർ അയച്ചേക്കുന്ന ബില്ലെന്ന് വെച്ചാൽ വേണ്ട, ഞാൻ ബില്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബില്ല് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വാദിക്കുന്ന പോലെ എനിക്ക് ബില്ല് ഫുള്ള് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ ബൾക്കായിട്ട് ബില്ല് അയക്കണ്ടല്ലോ. അപ്പോൾ ബില്ലിങ് തന്നു. അപ്പം ഞാൻ ആ ബില്ലെല്ലാം നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയേ ഉള്ളൂ എന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബാങ്കിൽ പോയിട്ട് ഈ ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ അയച്ചേക്കുന്ന പൈസയുടെ മാത്രം ഡീറ്റെയിൽസ് എടുത്തു. അപ്പം ഇവർ തന്നക്കുന്ന ബില്ലും ഇതുമായിട്ടും അജഗജാന്തരം, അങ്ങനല്ലേ ആ വാക്ക് പറയുന്നത്, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക്
ഏകദേശം കൺഫേം ആയി എന്തൊക്കെയോ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണ് ആ ഒരു പരാതി നമ്മൾ സ്റ്റേഷനിൽ കൊടുക്കുന്നതും ഇവർ വന്ന് ഒപ്പിടുന്നുമുണ്ട്. ഇവർ വന്ന് നമുക്ക് ഇവർ ഓൾറെഡി പറയുന്നത് എന്താണ് വീഡിയോയിൽ, നമുക്ക് എല്ലാം തന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷേ രണ്ടാമത് ഇതാ ഇവർ വന്ന് ഒപ്പിട്ട് കൊടുത്തേക്കാണ്, നമ്മളെല്ലാം കൊടുക്കാം, നമ്മൾ ബില്ലും എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫയലും കൊടുക്കാം എന്ന് പറഞ്ഞ് അവർ ഒപ്പിട്ട് നമ്മളത് ഓക്കെ ശരിയെന്ന് പറഞ്ഞ് പിരിഞ്ഞതാ. പക്ഷെ ഈ നിമിഷം വരെ നമുക്ക് ഫയൽ കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് റിയാക്ട് ചെയ്യുന്നവരോടാണ്. കാരണം ഒരു കൺസേൺ പറഞ്ഞത് ഞാനാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാൾ പോലും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ്, ഒരാൾ പോലും എന്താണ് സംഭവിച്ചതെന്നോ എന്താണെന്നോ എന്നോടൊരു എൻക്വയറി ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. വളരെ ഫേക്കായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഭയങ്കര ഫേക്കായിട്ടാണ് നിങ്ങൾ ആൾക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിനെതിരെ ഇത്രയും വലിയൊരു അലിഗേഷൻ പറയുമ്പോൾ അത് കള്ളമാണെങ്കിൽ അത് ഞാൻ പിടിക്കപ്പെടാം, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പിടിക്കപ്പെടും. പക്ഷെ അങ്ങനെ അത്രയും വ്യക്തമായിട്ടുള്ള തെളിവുകളും പ്രൂഫുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇനി ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് പുറമേ ഇരുന്ന് പറയുന്നവർക്കൊക്കെ പറഞ്ഞോട്ടെ, ഇനി ഒരാൾക്ക് ആ ക്ലിനിക്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പോണോ അല്ലെങ്കിൽ പോകുമ്പോൾ അത് അലേർട്ടായിട്ടിരിക്കണം. ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അലേർട്ടായിട്ടിരിക്കണം എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഞാനിത് എങ്ങനെയാണെങ്കിലും പറയട്ടെ. എനിക്ക് എന്തോരം മെസ്സേജസ് വന്നിട്ടുണ്ടെന്നറിയാവോ ഇൻസ്റ്റയ്ക്കകത്ത് ഇവർ പറ്റിച്ചവരുടെയും ഈ 1 സ്റ്റാർ കൊടുക്കുന്നതും ഒക്കെ ഒന്ന് എടുത്ത് നോക്കി എൻക്വയറി ചെയ്യുക. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ആ ഇൻസ്റ്റയിലെ കമൻറ്റ് ബോക്സിൽ തന്നെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ ഇവരിങ്ങനെ പറ്റിച്ചു, ബില്ല് തരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഡോക്ടർ ചൂടായി, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അനുഭവമല്ലേ. അപ്പോൾ വെറുതെ ഒരു കാര്യത്തെക്കുറിച്ച് വെറുതെ വന്നൊരു അലിഗേഷൻ പറയാനോ ഒരു സ്ഥാപനത്തിനെ വെറുതെ പൂട്ടിക്കെട്ടാനോ ഒരു കൊളാബ് തന്നില്ല അതുകൊണ്ട് അവരെ മോശം പറഞ്ഞു, അങ്ങനെയൊന്നും ഇത്രയും ചെറിയ ഒരു ചിന്താഗതി അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. നമ്മൾ അത്രയും പ്രൂഫും അത്രയും നമ്മൾ ഇനി ഒരാൾക്കൊരു അബദ്ധം പറ്റരുതെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത് നമ്മൾ ഷെയർ ചെയ്തത്. പല കാര്യങ്ങളും നമ്മളൊന്നും ഷെയർ ചെയ്തിട്ടില്ല, കാരണം നമ്മളുടെ കയ്യിൽ ഫുള്ള് പ്രൂഫുണ്ട്. പക്ഷെ നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞേക്കുന്നത് ഇപ്പം ഈ വന്നേക്കുന്നുണ്ടല്ലോ വോയിസ് റെക്കോർഡ്, അല്ലെങ്കിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക്, ഞാൻ എൻ്റെ കൺസേൺ ആയി പോട്ടെ, എനിക്ക് വട്ടച്ചൊറി പിടിച്ചു, ഞാൻ എൻ്റെ കൺസേൺ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു, ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. വഴിയെ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ റാൻഡമായിട്ട് ഒരാൾ വിളിച്ചിട്ട് ഇന്നാളുടെ പേര് പറഞ്ഞിട്ട് അവയൊക്കെ എന്താണ് കുഴപ്പം പറഞ്ഞോളൂ, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എടുത്ത ട്രീറ്റ്മെൻറ്റ് എടുത്തതും എടുക്കാത്തതുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫേക്കായിട്ട് പറയുക, അതൊക്കെ എന്ത് ഡിഗ്നിറ്റിയുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഡിഗ്നിറ്റി തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പറഞ്ഞ് എവിടെ പറയും അങ്ങനെ നമ്മളുടെ പേഴ്സണലായിട്ട് നമ്മൾ പൈസ കൊടുത്ത് ചെയ്ത് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അത് വളരെ കള്ളങ്ങൾ ഇതുപോലെ എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ ഒരു എന്ന് വെച്ചാൽ എക്സ്പ്ലനേഷൻ ആണ് ഈ തന്നേക്കുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം, എന്താണെങ്കിലും തീരുമാനിക്കാം. കാരണം ഞാൻ നിയമത്തിൻ്റെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവസാനമായിട്ട് പറഞ്ഞു നിർത്തട്ടെ, സത്യം എന്തായാലും മറന്നീക്കി പുറത്തു വരും. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. 1000 കുടത്തിൻ്റെ വാ നമുക്ക് മൂടിക്കെട്ടാം, പക്ഷെ ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറ്റ്ലീസ്റ്റ് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ്. എന്നോട് വന്ന് ഒരാൾ പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്താ സംഭവം, നിങ്ങളല്ലേ പരാതിക്കാരി, എന്താണ് സംഭവം, നിങ്ങൾ എന്നാണ് വീഡിയോ ഇടുന്നത്, ചോദിച്ചിട്ടില്ല. ഒരു സൈഡിൽ നിന്ന് കേട്ടിട്ട് എന്തൊക്കെയോ പടച്ചു വിടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ നമുക്ക് കേസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോൾ ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് കാരണം അവരെനിക്കെതിരെ വച്ചേക്കുന്ന അലിഗേഷൻ കൊളാബ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ മിസ്ബിഹേവ് ചെയ്തു, ക്ലിനിക്കിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കെതിരെ വച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെറ്റാഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് അതുവരെ നമുക്ക് തെളിവൊന്നും ഇല്ല നമ്മളുടെ കയ്യിൽ. അപ്പോൾ ഇവരെന്താ പറയാൻ പോകുന്നത്, അറ്റ്ലീസ്റ്റ് ഞാൻ അവിടെ ഫുള്ള് സ്ത്രീകളല്ലേ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ കൂടെ വരുന്നത്, വേറെ ആരും ഇല്ല, എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് പ്രൂവ് ചെയ്യാനില്ല. ഇപ്പം ഞാൻ തന്നെ ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കില്ല. അറ്റ്ലീസ്റ്റ് ഇത് ഉണ്ടായതുകൊണ്ടാണ്
ഇപ്പം അറ്റ്ലീസ്റ്റ് എനിക്കത് കാണിക്കാൻ പറ്റുന്നത്. നമ്മൾ മാന്യമായിട്ട് അവിടുന്ന് നിങ്ങൾ കേസിന് പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മാന്യമായിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി ഉടനെ തന്നെ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. ഉടനെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ് ചെയ്തത്. അതും എനിക്കറിയത്തില്ല എത്രത്തോളം നിങ്ങൾക്കിത് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അടുത്തത് വരാൻ പോകുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്കിതുവരെ എൻ്റെ ഫയലോ എൻ്റെ ഫുൾ ബില്ലോ കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിച്ചു. അഥവാ എൻ്റെ ഫയൽ അവർ തന്നിട്ടുണ്ട്, സമ്മറി തന്നിട്ടുണ്ട് എന്നാണെങ്കിൽ അത് എങ്ങനെയാണ് അവർ തന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. നേരിട്ടാണ് തന്നതെങ്കിൽ അവരത് CCTVയിൽ എനിക്ക് നേരിട്ട് തരുന്ന പോലെ ആ ഒരു വീഡിയോ അവർ പ്രസൻറ്റ് ചെയ്യണം. അതല്ല മെയിൽ ത്രൂ ആണെങ്കിൽ അവരെനിക്ക് മെയിൽ അയച്ചത് തന്നതിൻ്റെ എവിഡൻസ് കാണിക്കണം. അതുപോലെ തന്നെ കൊളാബ് ചോദിച്ചു എന്ന് പറഞ്ഞു, ആ കൊളാബ് ചോദിച്ചതിൻ്റെ അത് എന്താണെന്ന് വെച്ചാൽ കാണിക്കണം. എന്താണോ എനിക്കെതിരെയുള്ള അവരുടെ തെളിവ് അതവർ കാണിച്ചോട്ടെ. നമ്മൾ മിസ്ബിഹേവ് ചെയ്തു, നമ്മൾ അവിടെ കിടന്ന് എൻ്റെ പവർ മറ്റേ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ എന്താണോ നമ്മൾ മിസ്ബിഹേവ് ചെയ്തത് അത് അവർ പ്രൂവ് ചെയ്യണം. നമ്മളങ്ങനെ ചെയ്തു, നമ്മളുടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റാഗ്ലാസ് ഉപയോഗിച്ചതും ഷൂട്ട് ചെയ്തതും. കാരണം അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. നമ്മൾ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, നമ്മൾ കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ആൻഡ് വീഡിയോ ഞാൻ ബ്ലർ ചെയ്തേക്കുന്നതിൻ്റെ കാരണം അവരുടെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ബ്ലർ ചെയ്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫേസ് ഞാൻ കൊടുക്കുന്ന പ്രൈവസിയാണ്. അവരെന്തൊക്കെ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ, അതായത് ഞാൻ ഇതിനാണ് ചെന്നത്, അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതായത് ഡോക്ടറിനാണല്ലോ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത്, അതെല്ലാം എന്നെ കൊണ്ട് ഞാൻ പൈസ അടച്ച് തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി എന്താണ് നമുക്ക് കോടതി മുഖേന അടുത്ത കേസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ മറുപടി. ഇനി നമുക്ക് കേസ് കഴിഞ്ഞിട്ടേ ഇതിനൊരു സംസാരം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയുള്ളൂ. ബൈ.